മിനിസ്റ്ററെ, ഇനി പുതിയതായിട്ട് എന്താ നമുക്ക് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? ഇപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം ഒന്ന്, അതിനപ്പുറത്ത് ഇനി ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ മാക്സിമം കൊണ്ടുവരും. ഇന്നലെ പരമാവധി നമുക്ക് വെളിച്ചക്കുറവിൻ്റെ പ്രശ്നത്തെ മറികടന്ന് ചെയ്യാനായി. 7:35 വരെ നമുക്ക് ചെയ്യാനായി. 4:30-ക്ക് നിർത്തേണ്ടി വരുമെന്നുള്ള പ്രശ്നത്തെ മറികടന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് മാക്സിമം. ഇനിയിപ്പോൾ നമ്മുടെ വിട്ടുപിരിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മൃതദേഹം എത്തിക്കാനുണ്ട്. അതുപോലെ ആരെങ്കിലും ഇനി അവിടെയുള്ള, ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ തന്നെ കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറേയേറെ പറ്റിയിട്ടുണ്ട്. സാധ്യമാകുന്ന ചെയ്യും. പിന്നെ ഭാവി കാര്യങ്ങളിപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കാൻ പോവുകയാണ് ഓൺലൈനിൽ. അത് കഴിഞ്ഞാൽ 11:30-ക്ക് മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നാളെ രാവിലെ എത്തി അതിരാവിലെ തന്നെ എത്തി ഇവിടെ യോഗങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച, അതിൻ്റെ ഭാഗമായൊരു ഫ്യൂച്ചർ പ്ലാനും ഈ പ്രദേശത്തെ സംബന്ധിച്ചൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും യോജിപ്പിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതിൻ്റെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് മറ്റു പ്രയാസമില്ലാത്തതില്ല അതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധപ്പെടുത്തുന്ന കാര്യവും നാട്ടിലെ ജനങ്ങൾ ശ്രദ്ധപ്പെടുന്ന കാര്യം, ഞങ്ങളുടെ ശ്രദ്ധയിൽ മൊത്തത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാത്രിയോടുകൂടി കോഴിക്കോട് എത്തി നാളെ അവിടെ നിന്നും പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ അവിടെ എത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ രാജ്യമിനിസ്റ്റർ നമ്മളോട് കൂടെ. മിനിസ്റ്ററെ, ഇനിയിപ്പം റിയാസ് മിനിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ നിലവിലുള്ള മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണുള്ളത്? അല്ല, നമുക്ക് ഇപ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചില ആളുകളുടെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഇന്നലെ രാത്രി നമ്മൾ നിൽക്കുന്ന നേരത്ത് അകത്ത മസ്ജിദിൽ നിന്ന് വിളിച്ച ഉസ്താദും 11 പേരും അവർ വളരെ സുരക്ഷിതരായിട്ടുണ്ട്. അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും എത്തിച്ചു. അത് നേരത്തെ തന്നെ കൊടുത്തു. നേരത്തെ ഈ റിപ്പോർട്ടറിൽ തന്നെ പറയാനുള്ളത്, അരുൺ ഒരു കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. അത് മുണ്ടക്കയിലെ സുദേവന്റെ വീട്ടിലേക്ക് ചില ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ചില ഉപകരണങ്ങൾ അടിയന്തരമായി കൊടുത്തയക്കണമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ കൊടുത്തയച്ചു കഴിഞ്ഞു. ഞാൻ അരുണിനോട് നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അരുൺ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. റിപ്പോർട്ടർ പറഞ്ഞതനുസരിച്ച് ആ ഉപകരണങ്ങൾ, ഡ്രില്ലിംഗ് മെഷീൻ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ വിധത്തിൽ കിട്ടാവുന്ന സന്ദേശം എല്ലാം അനുസരിച്ച് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ്. ഇന്നലത്തെ വളരെ കൃത്യമായ സ്റ്റാൻഡായിരുന്നു നമ്മുടേത്. ജീവിച്ചിരിക്കുന്ന, നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇന്നലെ പാനിക്കായി പോയേനെ. ആ വിധത്തിൽ നമ്മൾ ഓപ്പറേഷൻ നടത്തിയത് വളരെ ഗുണകരമായി. ആ വിധത്തിൽ തന്നെ ജീവനുള്ള ആളുകളെ, അവസാനത്തെ ശ്വാസവും ഉള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുക. അതല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടി എത്തിക്കുക. ഉച്ചയ്ക്ക് മുമ്പ് ഈ പ്രവർത്തനങ്ങൾ വളരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കിട്ടാവുന്ന വിധത്തിൽ നോക്കുക. പിന്നെയും ആവശ്യങ്ങൾ വരും. സൈന്യമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഡോഗ് സ്ക്വാഡ് നമ്മുടെ മുമ്പിലൂടെയാണ് പോയത്. നേവി ടീം, ഏഴിമലയിൽ നിന്നുള്ള നേവി ടീം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ബെയിലി പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 100ഓളം ആളുകൾ ഇപ്പോൾ ഓൺ ദ വേയിലാണ്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് ആരംഭിക്കാൻ കഴിയും. എന്നാലേ JCB ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പോകാൻ പറ്റൂ. ഇന്നലെ റിയാസ് മിനിസ്റ്റർ തന്നെ നിർദ്ദേശിച്ചനുസരിച്ച് KRFPയുടെ എഞ്ചിനീയർമാരും ULCCയുടെ കൂടി സഹായത്തോടെ മറ്റു ചില വഴികൾ കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ. ജീവനോടെയുള്ള നമ്മൾ അറിഞ്ഞ എല്ലാവരെയും ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോൾ ആരും അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അട്ടമലയിലെ ഒരു 11 പേർ, അവരിപ്പോൾ ഏതാനും സമയത്തിനകം നമുക്ക് ലഭ്യമാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ അങ്ങനെ ചില കേസുകളുണ്ട്. ഒരു റിസോർട്ടിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ, അതെല്ലാം ഇപ്പോൾ ആ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 4 സ്ക്വാഡായി തിരിഞ്ഞ് ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് അകത്തേക്ക് പോയിട്ടുള്ളത്. ഇന്ന് അകത്തേക്ക് പോയ ടീമിനൊരു പ്രത്യേക നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയതനുസരിച്ച് എല്ലാവരെയും മിക്സ് ചെയ്ത് NDRFും ആർമിയും ഫയർഫോഴ്സും പോലീസും എല്ലാം മിക്സ് ചെയ്ത്, DSCയും എല്ലാം മിക്സ് ചെയ്ത് 4 സ്ക്വാഡുകളായ ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗം. ആ കാര്യങ്ങൾ കൂടി ആലോചിക്കും. അതിപ്പോൾ ഇവിടുന്ന് തന്നെ അറിയിക്കുമല്ലേ, നിങ്ങൾ ഓൺലൈനായിട്ട് ചേരാൻ വേണ്ടിയിട്ട്? ഞങ്ങളിപ്പോൾ ഓൺലൈനായി കളക്ടറേറ്റിലേക്ക് പോവുകയാണ്.